ഇതാണ് എന്റെ ഫ്രണ്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നേരം വെളുത്ത് ഇത് പുലർച്ചെയാണ് കേട്ടോ. പുലർച്ചെ ഒരു 4-5 മണിയാകുമ്പോഴാണ് നമ്മൾ ഈ പോകുന്നത്. സൺറൈസ് കാണാനുള്ള പരിപാടിയാണ്. ഫ്ലെമിംഗോ ലേക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് തണുത്ത കാറ്റടിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ഞങ്ങൾ പോയതാണ്. ഞങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് റിസ്നയും അവളുടെ ഫാമിലിയും ഉണ്ട്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കാനുള്ള ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിന്നതാണ്. പക്ഷെ ഇനിയും മടിച്ചു കഴിഞ്ഞാൽ റെഡി ആവില്ല. ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ സൺറൈസ് ഫ്ലെമിംഗോ ലേക്കിൽ പോയി കാണാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ പകുതി നമ്മുടെ ആ ഒരു ജേണിയിൽ പകുതി വെച്ച് നമ്മളത് കാണേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം നമ്മൾ ഡിലേ ആയതാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഫ്ലെമിംഗോ ലേക്കിലെത്തി. നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഒരു പേപ്പർ മിക്കൂനും കൊടുക്കുമോ അയച്ചോ കളർ ചെയ്യാൻ? നമ്മുടെ പ്ലാനിൽ നിന്നേ വലിയൊരു ഐറ്റനറി തന്നെ ഉണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ് ചായയും ഒക്കെ അവിടെ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 6:30-7 മണിയൊക്കെ ആകുമ്പോൾ എത്തി. ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത് വൈകുന്നേരം 10 മണിയാകുമ്പോഴാണ് കേട്ടോ. അത്രയും രസമായിരുന്നു അന്ന്. പുട്ട് ചുടുകയാണ്. റവ പുട്ടത് റവ പുട്ടർസ്ന അല്ല, റവ പുട്ടൊന്നല്ലത്. വീണടി അയച്ചോ. മിക്ക് വീണ് കണ്ടില്ലേ നീ? ഏതപ്പള് സോക്സ് ഒക്കെ ഇട്ടിട്ട് തണുക്കണ കാരണാവല്ലേ? അതൊരു നല്ലൊരു ഐഡിയ. ഇയാളെ ബുദ്ധി വിമാനം തന്നെ. എങ്ങനെയുണ്ട് പുട്ടും ബീഫ് കറിയും? എന്താ എനിക്ക് നല്ല സങ്കടം. കളഞ്ഞ ആക്രാന്തം കൂട്ടലേക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കാറ്റ് കാരണം ഇതാവണില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും വെറുതിരിക്കല്ലേ? മറഞ്ഞിരുന്ന് സഹായിച്ചൂടെ? മറക്കിരിക്കാൻ മറഞ്ഞിരുന്ന് സഹായിക്കുക. അൻസൊന്നും മറിഞ്ഞിരുന്ന. ഹലോ ഇമ്മത് പറയല്ലേ ആരുങ്ങളാ അനസ് നോക്കിയതില്ല പന്നേന്ന് പറയും. പക്ഷെ നമ്മളങ്ങനല്ലേ. ഇതാണ് എന്റെ ഫ്രണ്ട്. ഒരു പാട്ട് പാടാനും കൂടി സമ്മതിച്ചില്ല. പാടടി നീ പാട്. പാടറി. അന്റെ റീല് ഭയങ്കര റീച്ചായ റീലാണ്. നിന്റെ പാട്ടാണ്. ഇതോടുകൂടി എല്ലാ പരിപാടികളും ഇവിടെ അവസാനിപ്പിച്ചിട്ടായി.
അങ്ങനെ നമ്മുടെ ലഞ്ചും ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കുത്തിയതും അതുപോലെ തന്നെ ചിക്കൻ ചുക്കയും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു നമ്മുടെ ലഞ്ചിനുള്ള വിഭവങ്ങൾ. പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു അറബ്സ്, അവർ വലിയൊരു ഫാമിലി, അവർ കുക്കിങ്ങിനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അവരുടെ ഫുഡും കൂടെ നമുക്ക് തന്നു. അവർ ഷെയർ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് അവർക്ക് മാത്രമുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ, അവരുടെ ഒരു പോസിറ്റീവ് സൈഡാണത്. അങ്ങനെ അവരുടെ ഫുഡും നമ്മുടെ ഫുഡും എല്ലാവരുടെ ഫുഡുമായിട്ട് ഞങ്ങൾ അടിച്ച് തിമിർത്തു ഗൈസ്. എനിക്ക് വേണ്ട, ഞാനൊരു പീസ് എടുത്ത് കഴിച്ചായിരുന്നു. ഈ സലടി ചോറ് നല്ല രസമുണ്ട്. ടേബിൾ മരിക്കാം. സമയം എത്രേ? ഇവിടെ ഇരിക്കുന്ന ടീംസാണ് ഞങ്ങൾക്ക് ഫുഡ് തന്നത് ഗൈസ്. അത് നോക്കാം, നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാലോ. ചൂട് മറിക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നും മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരുപാട് ഓർമ്മകളായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അന്ന്. എന്തായാലും ഞങ്ങൾ അന്ന് അടിച്ചു പൊളിച്ചു അവിടെ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവരെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സർക്കിൾ സത്യം പറഞ്ഞാൽ ഇല്ല, കുറവാണ്. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.